അപ്പോൾ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ വീഡിയോ കാണുന്നതും കാണാത്തവർക്കും ഒക്കെ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസമാണ് രാവിലെ ഇങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ളൂ ഞാൻ. അപ്പോൾ കട്ടൻ ചായ തിളപ്പിക്കണം. പിന്നെ പാല് തിളച്ചിരിക്കുന്ന പാലാട്ടോ, അതും കൂടെ കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു ചായ എടുക്കണം. നമ്മുടെ ഇൻക്ലൂന് കുറച്ച് പാല് കൊണ്ട് കൊടുക്കണം. കാപ്പിയുടെ കറി ഉണ്ടാക്കാനായിട്ട് മുട്ട എടുപ്പ് വെച്ചിരിക്കുന്നു. ഇതാണ് പാലപ്പം ചൂടാനായിട്ട് ഇന്നലെ വൈകിട്ട് മാവരച്ചിട്ടതാണ്. നല്ല ഭംഗിയായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. പുളിച്ചെന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടമാനം പുളിയൊന്നുമില്ല, രാത്രി വെച്ചതല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ചായ ഉണ്ടാക്കണം. ഇൻക്ലൂന് കുറച്ച് പാല് കൊടുക്കണം. കാപ്പി ഉണ്ടാക്കണം. അപ്പം ചുടണം. അപ്പത്തിന് വേണ്ട കറിയാണേ മുട്ട എടുപ്പ് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, നല്ലൊരു പണി കിടക്കുക എനിക്ക് ചുറ്റും പുറവും. ഇതുണ്ട്, ഇത് മുഴുവനും തേച്ച് കഴുകി ഒതുക്കി അടുക്കള തുടയ്ക്കണം. അടുപ്പിൽ തീ പിടിപ്പിക്കണം. എൻ്റെ അടുപ്പൊക്കെ കിടക്കുന്നുണ്ടോ, അടുപ്പൊക്കെ ഞാൻ ചാരമൊക്കെ വാരി വൃത്തിയായിട്ട് കഴുകി തുടച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി അടുപ്പിന് നന്നായിട്ട് തീ പിടിപ്പിക്കണം. തീ പിടിപ്പിച്ചാലേ അടുപ്പിന് ഐശ്വര്യമുള്ളൂ. മഴക്കാലമായാലും തണുപ്പ് കാലമായാലും എനിക്ക് അടുപ്പ് നന്നായിട്ട് തീ കത്തി നിറഞ്ഞ് നിൽക്കണം. അപ്പോൾ നല്ലൊരു ഐശ്വര്യമല്ലേ, അടുപ്പ് കത്തി നിന്നാലേ ഐശ്വര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള ഭാഗം ഒരു കൊച്ചടുക്കളയാണ്. ഈ കൊച്ചടുക്കള നന്നായിട്ട് കരിയും പുകയെല്ലാം ഉള്ള ഒരു അടുക്കളയാണ് കേട്ടോ. അതിനെ ഒത്തിരി ഒന്നും വൃത്തിയാക്കാൻ പറ്റില്ല, എങ്കിലും അടിച്ചു വാരും കഴുകി തുടയ്ക്കും ഉള്ള ഭാഗം. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ചായ ഉണ്ടാക്കാം കേട്ടോ. തിളച്ച് നന്നായിട്ട് കടുപ്പം കൂട്ടിയെടുത്ത് ചായയാണ് തിളച്ച്. ഇനി ഇത് പഞ്ചസാര ഇടാതെ കൊടുക്കണം, പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിനകത്ത് മാറ്റി വെച്ചിട്ട് വേണം പഞ്ചസാര ഇടാതെ എടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ കപ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചായക്കടക്കാർ അടിക്കും പോലെ അടിച്ചെടുക്കും ഈ ചായ. ചുമ്മാ ഇങ്ങനെ പാലും ചായയും കൂടെ മിക്സ് ചെയ്താൽ രുചിയില്ലെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇനി അതങ്ങ് അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പിനകത്ത് ചായ നന്നായിട്ട് അടിച്ച് ഗ്ലാസ്സിനകത്ത് പകർത്തി ഓരോരുത്തർക്കും കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇതാണ്. എല്ലാവരും തുറക്കം തൊട്ട് സ്കിപ്പ് ചെയ്ത് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കങ്ങനെ ഒത്തിരി അങ്ങോട്ട് ലാഗ് വരാതെ പാചകം അടിച്ച് മുന്നോട്ട് ഇങ്ങനെ വീഡിയോ കൊണ്ടുപോകാനൊന്നും അറിയത്തില്ല കേട്ടോ. അറിയാവുന്ന ഭാഷയിൽ, സാധാരണക്കാരുടെ ഭാഷയിൽ ഒത്തിരി ഇംഗ്ലീഷൊക്കെ കൂട്ടിച്ചേർത്ത് പറയാനോ അല്ലെങ്കിൽ ഒത്തിരി സാഹിത്യപരമായിട്ട് പറയാനോ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ സാധാ നമ്മുടെ കുടുംബത്തിനകത്ത് സംസാരിക്കുന്ന അതേ ഭാഷയിൽ അതേപോലെയൊക്കെയാണ് എൻ്റെ വീഡിയോ. അപ്പം ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചായ എടുക്കട്ടെ. അപ്പം ചായ അടിച്ച് നന്നായിട്ട് പത വരുത്തി വെച്ചു കേട്ടോ. നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇനി പപ്പയ്ക്കും മോനും ഉള്ള ചായ കൊണ്ട് കൊടുത്തേച്ച് മധുരം ഇട്ടിട്ടില്ല കേട്ടോ. ഒരാൾക്ക് മധുരം വേണ്ട, ഒരാൾക്ക് മധുരം വേണം. ഇനി മധുരമൊക്കെ ഇട്ട് ഓരോരുത്തർക്കും കൊണ്ട് കൊടുത്തേച്ച് വന്ന് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ബാക്കിയുള്ള ചായ അടുക്കളപ്പണിയുടെ ഇടയ്ക്ക് സമയം പോലെയൊക്കെ കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഈങ്ക്രൂന് കൊടുക്കണം. അത് നാറാൻ വേണ്ടി വെച്ചേക്കുക. തിളച്ച് നല്ല ചൂടിൽ കിടക്കുവാണ്. ആറിക്കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കണം. അപ്പം നമുക്ക് പാലപ്പം ചുട്ടാലോ. പാലപ്പം എന്നൊക്കെ പറയുന്നു, തേങ്ങ ചേർത്തതാണേ. തേങ്ങ പാലല്ല, തേങ്ങ അരച്ച് ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ കണ്ടോ,
മാവൊക്കെ നല്ല ഭംഗിയായിട്ട് ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞാട്ടോ ഞാനിത് അരച്ചിട്ടത്. അരച്ച് അടുപ്പിൻ തറയിൽ ചൂട് വെള്ളം വെക്കണമെന്ന് ഓർത്തിരുന്ന, പക്ഷേ ഞാൻ മറന്നുപോയി. ഇവിടെ തന്നെ വെച്ചിട്ടങ്ങ് കിടന്നു. നേരം വെളുത്ത് എന്തായാലും നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലപ്പത്തിന് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് കോരി ഒഴിച്ച് ഉണ്ടാക്കാതെ. മുട്ടക്കറി അടുപ്പയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്നും ഈ കലാപരിപാടികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടേ എനിക്കിത് കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും കാണിച്ചിട്ട് ഞാൻ പിന്നെ അപ്പമൊക്കെ ചുട്ട് വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ തനിച്ചേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു തരാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടികളാണ് എല്ലാം അറിയാവുന്നതുപോലെ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരിയും കുറവുകളുണ്ട്. നമുക്കിതിനകത്ത് ഒന്നും അറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്രയും പ്രായമൊക്കെ ഉള്ള ഒരാളല്ലേ, അപ്പോൾ ഇത്രയും ബുദ്ധിയും ബോധമൊക്കെ അല്ലേ കാണുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നല്ല കുറവുകളുണ്ട്. അതൊക്കെ ഒന്ന് സദയം ക്ഷമിച്ച് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു അപേക്ഷ പോലെ ഞാൻ പറയുക കേട്ടോ. എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ചട്ടി നന്നായിട്ട് പഴുത്തു കേട്ടോ. ഇനി ഞാനിത് ചെയ്യട്ടെ. അപ്പം അത്യാവശ്യത്തിനുള്ള മൊരിഞ്ഞ അപ്പം ചുട്ടെടുത്തു കേട്ടോ. പാലപ്പെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഇത് ഏതാണ്ടൊക്കെ പേരുണ്ട് കേട്ടോ. ഈ അരികെ ഇങ്ങനെ കട്ടി കുറഞ്ഞ് മൊരിഞ്ഞ് ലേസ് പോലെ വരുന്ന അപ്പം, അത് കറിയൊക്കെ കൂട്ടി നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ അല്ലെങ്കിൽ ബീഫല്ല ചിക്കനും മട്ടനും ഒക്കെയാണ് ഇതിന് കഴിക്കാറുള്ളത്. അപ്പോൾ അപ്പം ചുടിയിലൊക്കെ ഞാൻ മാവ് ബാലൻസ് ഉള്ളത് സൂക്ഷിച്ച് വെച്ചേക്കാം. ഇതിനകത്തൊരു കരട് പോലെ ഒരു സംഭവം കിടന്നു. കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ. കറിക്കകത്തുണ്ടല്ലോ സവാള വഴറ്റി, പിന്നെ ചെറിയ സ്പൂണിന് ഓരോ സ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വഴറ്റി എണ്ണയിൽ നന്നായിട്ട് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂട്ടൊരു നുള്ളു ചേർക്കും. കാരണം ഇന്നലെ കോഴിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അത് ഒരു നുള്ളു ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിന് ശേഷം എഗ്ഗ് മസാല ഒരു 1.5 സ്പൂണോളം എഗ്ഗ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വഴറ്റിയതിന് ശേഷമാണ് മുട്ട ഇട്ടത് കേട്ടോ. മുട്ട നന്നായിട്ട് വേവിച്ച് പൊടിച്ചിട്ടു. അപ്പോൾ രാവിലത്തെ ഒരു പരിപാടി ഇതൊക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചക്കത്തെ കാര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഞായറാഴ്ച ആയതുകൊണ്ട് ചോറ് വയ്ക്കാനൊക്കെ ഇച്ചിരി അല്പം താമസിച്ചു. കാരണം രാവിലെ ചോറും പൊതിയൊന്നും ആർക്കും കൊണ്ടുപോകണ്ടല്ലോ. അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ മഴക്കാലമല്ലേ, അത്താഴത്തിനും കൂടെ കൂടി അങ്ങ് ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെ ചോറ് വെക്കണം. ഇനി ചോറിൻ്റെ കറി ഉണ്ടാക്കണം. പിന്നെ വേറെ ഇഷ്ടം പോലെ ജോലിയും പണിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതിൽ കുറേശ്ശൊക്കെ ഞാൻ വീഡിയോ ആക്കും. കുറേയൊക്കെ എടുത്തു പോകും. എല്ലാത്തിനും ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ഒരു കറിയാട്ടോ ഇത്. ചക്കക്കുരു ഉപ്പുമാങ്ങി തേങ്ങ അരച്ച് ചാറ് വെച്ചു. അപ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് പറ്റി ഇച്ചിരി കുറുകിപ്പോയി കേട്ടോ. അപ്പം ഇത് ചാറ് വേണമെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഇതിരുന്ന് തണുത്താൽ ശരിക്കും കുറുകിപ്പോകും. അതുകൊണ്ട് അല്പം കൂടി ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ഇന്ന് നീട്ടിയെടുക്കണം. പിന്നെ അതിനെ അല്പം കടുക് വറുത്ത് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ആ കറി അങ്ങനെ നിൽക്കട്ടെ. ഉണ്ടോ ബീഫ് മേടിച്ചുകൊണ്ട് വന്നു പപ്പ. 1 കിലോ മതി എന്ന് പറഞ്ഞ് 1 കിലോ ഏട്ടൻ മേടിച്ചിട്ടുള്ളൂ. അത്യാവശ്യത്തിന് മാത്രം. ബീഫിനൊക്കെ എന്താ വില ഉണ്ടോ. തീ ഓഫ് ചെയ്തിട്ടേക്ക് വേണം. അപ്പോൾ അത് തന്നെ ആവി പോയി എടുക്കാം. അപ്പോൾ അതിൻ്റെ പരുവത്തിന് വേവുമാകും കേട്ടോ. അപ്പോൾ കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഏതാണ്ടൊക്കെ ഒരുമാതിരി പണി ഒതുങ്ങി. പക്ഷെ പുറത്തെ ജോലികളുണ്ട്. എങ്കിലും എനിക്കിന്ന് ഒരു സ്ഥലം വരെ പോകണം. ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടി ഒരു സ്ഥലം വരെ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ഒക്കെ കൂടി എടുക്കും. അത് വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവിടുത്തെ പണികളൊക്കെ അത് കുറേ ഒതുക്കി വെച്ചു. ഇവിടെ എല്ലാം തേച്ച് കഴുകി, പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ മുഴുവനും ആക്കിയിട്ടില്ല കേട്ടോ. എന്നാലും 1/4 പണികളൊക്കെ ചെയ്തു. ഇനി പുറത്ത് കുറേ പണികൾ കിടപ്പുണ്ട് കേട്ടോ. അവിടെ എല്ലാം അടിച്ച് വാരണം, തുടയ്ക്കണം.
അങ്ങനെ തുണി കഴുകണം. പിന്നെ അങ്ങനെ അവിടെ എല്ലാം കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഒരു ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴിപ്പോഴൊക്കെ എടുക്കുന്നത് കൊണ്ടേ അത്രേ തുടർച്ചയായിട്ടോ ഒന്നും എടുക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ പറയാം. നമ്മുടെ മുറ്റത്തിൻ്റെ മൂലയ്ക്കെന്നൊരു പാവക്കൂണ് കിട്ടും കേട്ടോ. ഇതിനെ പാവക്കൂണെന്നാണ് ഇവിടെ പറയുന്നത്. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും പാവക്കൂണ്. 2-3 ഒക്കെ ഉണ്ടാക്കാറുള്ള സ്ഥലമായിരുന്നു. ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. 2 അവിടെ നിന്ന് ചീഞ്ഞ് പോയി. ചെന്ന് നോക്കിയപ്പം ഇത് മാത്രം നിൽപ്പുണ്ട്. വലുത് 2 ചീഞ്ഞ് കിടക്കുന്നു. നിലത്ത് പറ്റി അലിഞ്ഞു പോയി കേട്ടോ. തൊലി മാത്രമായിട്ട് കിടക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് നാളെ രാവിലെ, ഇന്നിപ്പോൾ വൈകിട്ടായല്ലോ, ചക്കക്കുരു നന്നായിട്ട് കീന്തി അതുപോലെ തന്നെ ഇതും തൊണ്ട് പൊളിച്ച് അരിഞ്ഞ് തേങ്ങായി ഒതുക്കിയിട്ട് ഒരു തോരൻ വെച്ചെടുക്കാം, ചോറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് രാവിലെയാണ് ഇതിപ്പം തൊണ്ട് പൊളിച്ച് കഴുകി വാരി അല്പം മഞ്ഞൾപ്പൊടി ഒരു നുള്ളുപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് തീയെ വെച്ചൊന്ന് വേവിച്ച്, ഒത്തിരി വേവിക്കാമല്ലോ, ഒന്ന് വാടി വെന്താൽ മതി, ചീഞ്ഞ് പോകാതിരിക്കാൻ. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു കേട്ടോ. ഞാനും മോനും കൂടെ കൂടി വന്നപ്പോഴത്തേനും പപ്പ പോയി ഒരു ചക്ക ഇട്ടുകൊണ്ട് വന്നു. 2-3 ചക്കയും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ ചക്ക ഇട്ടെടുത്തുകൊണ്ട് പോന്നു. ഇത് ഇത്രയും കാണിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കീന്തി എടുത്ത് അരപ്പിട്ട് പുഴുങ്ങി ഇളക്കണം. അപ്പോൾ ഉച്ചക്കത്തെ കറി കണ്ടല്ലോ, ബീഫിൻ്റെ ആ കറി കൂട്ടി ചക്കപ്പുഴുക്കും ബീഫ് കറിയും കൂടെ കഴിക്കാം. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അതിനകത്ത് ചക്കക്കുരു കിടപ്പുണ്ട്. ഞാൻ ചക്കക്കുരുയൊക്കെ പെറുക്കി മാറ്റണം. ഒരു അല്പം മധുരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് വേവിക്കുമ്പോൾ. എന്നാലും പച്ചച്ചക്കയുടെ കുരുവല്ലേ, എല്ലാം പെറുക്കി എടുക്കണം. കുറച്ചൊക്കെ കറി വെക്കാം നമുക്ക്. തോരനും മെഴുക്ക് വരട്ടി, ചാറും, ഉപ്പുമാങ്ങയും ചക്കക്കുരുവും ചാറ് വെക്കാം. പിന്നെ ചക്കക്കുരു, തക്കാളി, പച്ചമാങ്ങ, മീൻ എല്ലാം കൂടി ഇട്ട് അങ്ങനെ ഒരു ചാറ് വെക്കാം. തേങ്ങയൊക്കെ അരച്ച് നല്ല സൂപ്പർ കറികളാണ് ഇതൊക്കെ. നന്നായിട്ട് വെച്ചാൽ നല്ല കറി, ഇല്ലാതെ നമ്മൾ ഒഴുക്കനായിട്ട് ഓടിച്ചിട്ടൊക്കെ വെച്ചാൽ ഒന്നിനും കൊള്ളുകയില്ല. അപ്പോൾ അങ്ങനെ ആ ചക്കക്കുരു സൂക്ഷിച്ചെടുത്ത് വെക്കാം കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു വന്നേച്ചാൽ അതിൽ നിന്ന് വേറെ 100 കൂട്ടം കാര്യങ്ങളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഞാൻ അതുകൊണ്ട് സംസാരം ഇവിടെ വെച്ച് അങ്ങ് നിർത്തി. ഇനി അടുത്ത പണി നോക്കാം. താഴത്തിന് ചക്കപ്പുഴു കേട്ടോ, ബീഫ് കറി ചക്കപ്പുഴുക്കും അത്താഴത്തിന്. അപ്പോൾ ആ ചക്ക അടുപ്പിൽ വെച്ചുണ്ടാക്കി കേട്ടോ. അടുപ്പിൽ വെച്ച് വേവിച്ച് ഇളക്കി വെച്ചിരിക്കുകയാണ്. ചൂടാറാതെ ഇരിക്കട്ടെ, കറി ശരിയാകുമ്പോഴത്തേനും അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ ബീഫ് കറി റെഡിയാക്കി. ചക്കപ്പുഴുക്കും ബീഫ് കറിയും കഴിക്കാനായിട്ട് കോരി എടുത്ത് വെച്ചു കേട്ടോ. പപ്പയ്ക്ക് അതുമേ കൊടുത്തു. പപ്പ കൊണ്ടുപോയി കഴിക്കാൻ തുടങ്ങി. ഇത് മോനും കൂടെ വിളമ്പി വെച്ചു. ഇനി ഇത് കഴിക്കണം. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.